എടാ ഹരി, ബൈബിളിലെ സങ്കീർത്തനത്തിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു വാചകമുണ്ട്. മനുഷ്യജീവിതം പുല്ലുപോലെയാണ്, വയലിലെ പൂ പോലെ അത് വിരിയുന്നു, എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിയുന്നു, അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർമ്മിക്കുന്നില്ല. എടാ, ജീവിതം ഏറെക്കുറെ തീർന്നടാ. താൻ ഇപ്പോഴൊന്നും പോവില്ലടാ. ഞാൻ മരിച്ച് എൻ്റെ ശേഷക്രിയകളെല്ലാം കഴിഞ്ഞ് പിന്നെയും പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞ് തൻ്റെ കൈ ഞാനും നോക്കട്ടെ. തൻ്റെ ആയുർരേഖ ഉണ്ടല്ലേ? ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ല അളിയാ, താൻ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് നവതിയൊക്കെ ആഘോഷിച്ച് പിന്നെ ഒരു 90-95 കഴിഞ്ഞേ പോവും. പിന്നെ ഇനി ഈ വഴിയൊന്നും വഴി വേണ്ട എൻ്റെ ചങ്ങാതിക്ക്. എന്തിനാണ് അളിയ ചത്തവന്റെ ആയുസ് വലിച്ചു നീട്ടുന്നത്? ചെറുപ്പത്തിൽ ഒരു സാഹിത്യകാരനാകണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ പിന്നെ സിനിമയിൽ ഒരു തിരക്കഥാകൃത്താകണമെന്നായിരുന്നു അടങ്ങാത്ത ദാഹം. ആ മോഹമരിപ്പച്ചയിൽ ഒരു പെണ്ണിനോട് എപ്പോഴോ അടങ്ങാത്ത പ്രണയം തോന്നി. അവൾ എന്റേതാകുമെന്ന് അവസാന ശ്വാസം വരെ ഞാൻ ഉറപ്പിച്ചു. ഒടുവിൽ അവൾ എന്നെ തേച്ചു. സാഹിത്യവും സിനിമയും എന്നെ തുണച്ചില്ല. അവിടെ നിർഭാഗ്യം എന്നെ വേട്ടയാടി. ഒന്നും ഞാനായില്ലടാ. പത്രത്തിലെ വെറും ചരമകോളത്തിൽ ഒരു ചരമക്കുറിപ്പോടെ എന്റെ ജീവിതം അവസാനിക്കാൻ പോകും.